ക്ലാഷ് വേഴ്സസ് സ്കെലിറ്റൻ ഇവൻ്റ് ഇൻ ക്ലാഷ് ഓഫ് ക്ലാൻസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യണം. അതായത് ടീം ജെയ്ഡോ അല്ലെങ്കിൽ മറ്റു സൈഡോ ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സീനറി അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും കൂടെ ഒരൊറ്റ സൈഡിൽ നിന്നിട്ടായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് സ്കെലിറ്റനെതിരായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബാർബേറിയൻ കിങ്ങിൻ്റെ ലെജൻഡറി ആയിട്ടുള്ള സ്കിന്നായിരിക്കും കിട്ടുന്നത്. പിന്നെ പേഴ്സണൽ റിവാർഡിൽ നമുക്ക് കുറച്ച് ചെസ്റ്റുകൾ കിട്ടുന്നുണ്ടാവും. പിന്നെ കുറച്ച് ഹിഡൻ റിവാർഡ്സും മാപ്പിൽ നമുക്ക് കുറച്ച് സ്നാക്സും കൂടെ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. സോ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരൊറ്റ സ്റ്റാർ റാങ്ക്ഡ് മോഡിലോ ബാറ്റിൽ മോഡിലോ നിങ്ങൾ അടിക്കുന്ന ഒരൊറ്റ സ്റ്റാർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം മതി ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സോ ഏതെങ്കിലും ഒരു ടീം ചൂസ് ചെയ്യുക. അപ്പം ഞാൻ എമത്തിസ്റ്റാണ് ചൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. അവിടെ നമുക്കൊരു പുതിയ ഡെക്കറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറേ ചെസ്റ്റുകൾ ഇരിക്കുന്നത്. 200 സ്റ്റാർസ് മിനിമം എടുത്താലാണ് നമുക്ക് ഈ ഒരു കിങ് ലെജൻഡറി കിങ്ങിൻ്റെ സ്കിന്ന് നമുക്ക് അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് കാണാൻ പറ്റും. ടോട്ടൽ സ്റ്റാർസ് പെർ ടീം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ടീം ജെയ്ഡ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ബാറ്റിലോട്ട് പോവുക. അപ്പോൾ തന്നെ നമുക്കൊരു എക്സ്ക്ലൂസീവ് ടീം ഡെക്കോ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതാണ് ചൂസ് ചെയ്തതുകൊണ്ട് എനിക്കത് കിട്ടി. ഞാനിതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഒരു അറ്റാക്ക് എടുക്കാം. ഞാൻ അറ്റാക്ക് എടുക്കാനായിട്ട് വന്ന സമയത്ത് കിട്ടിയ ബേസാണ് ഈ കാണുന്നത്. സോ ഗൈസ് നമുക്ക് ആ ടൗൺ ഹാൾ പൊട്ടിച്ചിട്ട് സാധനം എടുത്തിട്ട് പോരാ. അത് മതി. എല്ലാത്തിനും അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടും ആ ടൗൺ ഹാൾ കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരൊറ്റ സ്റ്റാർ നമ്മൾ ഏൺ ചെയ്തിട്ടേ ഉള്ളൂ. ഒരൊറ്റ സ്റ്റാർ അവിടെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഒരു ഇവൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും യുവർ സ്റ്റാർസ് 1 സെലക്റ്റഡ് ടൈൽ ടു കോൺട്രിബ്യൂട്ട് സ്റ്റാർസ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ ടീം ഈ ഭാഗത്താണ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ന്യൂട്രൽ ടൈല് 30 മില്യൺ ആണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ടീമിൻ്റെ ഭാഗമായി ഈ ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നതൊക്കെ എനിക്കും കൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സണൽ ട്രാക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണമേ കാണാനുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 സ്റ്റാർസ് നമ്മൾ മിനിമം അടിച്ച് തീർത്തിരിക്കണം. അതായത് ഫാം ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. store.supercell.com ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും, ക്ലാഷ് വേഴ്സസ് സ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലോട്ടും നമുക്ക് ഒരു സ്റ്റാർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു ബുക്ക് ഓഫ് ബിൽഡിംഗ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രീ ആയിട്ടൊരു ബുക്ക് ഓഫ് ബിൽഡിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ക്ലാഷ് ഓഫ് ക്ലാൻസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാ റിവാർഡ്സും അൺലോക്ക് ചെയ്യുക. അതിനായിട്ട് അറ്റാക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. സോ ക്ലാഷ് ഓൺ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. അതിലേക്ക് എല്ലാവരോടും ബൈ.